നാടുനീളെ ലഹരിവിരുദ്ധ ക്യാമ്പുകൾ നടക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമാവുകയാണ് ശ്രീകണ്ഠപുരത്തെ സൂര്യ രാജു അവതരിപ്പിച്ച ഏക കഥാപാത്രം. ഇരിക്കൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ ഇരിക്കൂറിൽ നടന്ന ലഹരിവിരുദ്ധ ക്യാമ്പായിരുന്നു വേദി. ഇത് കണ്ണൂർ ജില്ലയുടെ സ്റ്റുഡൻസ് ക്യാമ്പ് ഇരിക്കൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു. അത് 5 ദിവസമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തൊട്ടടുത്തൊരു ടൗണുണ്ട്, ബദ്രിയ നഗർ. അവിടെ ലഹരി വിരുദ്ധത്തിന് വേണ്ടി അവർ പദ്ധതിയും തെളിയിക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇത് ആരെങ്കിലും ഒരു പരിപാടി നടത്താൻ പറ്റുമോ ചോദിച്ചു. ഞാൻ അത് 2 സ്ഥലത്തായിട്ട് നമ്മുടെ ലൈറ്റ് അസംബ്ലിയുടെ ജില്ലാ സമ്മേളനം നടത്തിയിട്ടുണ്ട്, തിരുവനന്തപുരം കമ്മ്യൂണിറ്റി നടത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ആശയം വന്നു. അവിടെ ഞങ്ങൾ ഒന്ന് ആവശ്യപ്പെട്ടുള്ളൂ, ഒരു കട്ടൻ ചായ കുപ്പിക്കകത്ത് കൊടുത്തരാം. അങ്ങനെയാണ് ഞാൻ ആ പരിപാടി ചെയ്തത്. അതാ ആ പരിപാടി ചെയ്യാൻ കാരണം. അപ്പോൾ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അയക്കാനും അവിടെ ഉള്ള ആൾക്കാരും ഒരു 1000-ഓളം ആളുണ്ടായിരുന്നു. എല്ലാവരും എനിക്ക് കൈ തന്നു. കാരണം പെട്ടെന്ന് തല്ലിക്കൂട്ടി എൻ്റെ മനസ്സിൽ വന്നൊരു ആശയമാണ് ഞാൻ അവിടെ ചെയ്തത്. തിരികൂടിയ കുട്ടികൾക്കിടയിൽ സ്ഥിരം മദ്യപാനിയായി കടന്നു വന്ന രാജുവിന്റെ ഏക കഥാപാത്രം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഒരു ക്ലാസ് കേൾക്കേ, എനിക്ക് മദ്യം കഴിക്കണം. അതിലൊക്കെ തോർത്താൻ ചിലക്കുന്നു. ഞാൻ മാത്രം, നീ മാത്രമല്ല ആയിട്ട് കൊണ്ടത്. പോയി പണി നോക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് മദ്യം കഴിക്കുന്നത്. മദ്യപാനത്തിലൂടെ ഹോട്ടൽ വ്യാപാരം തകർന്നുപോയ വ്യാപാരിയുടെ കഥയാണ് കുട്ടികൾക്ക് മുമ്പിൽ ഏക കഥാപാത്രമായി രാജു അവതരിപ്പിച്ചത്. ഞാൻ മദ്യം കഴിച്ചില്ല, നിങ്ങൾക്ക് പ്രശ്നമില്ലേ? ഞാൻ ജീവിക്കാം, എന്നെ നശിപ്പിച്ചിട്ടാണ് ഞാൻ ഹോട്ടൽ നടത്തി. എന്റെ കൂട്ടുകാരൻ എന്റെ ഹോട്ടലിൽ കയറി, ഒരാളും എന്റെ ഹോട്ടലിൽ കയറുന്നില്ല. എന്താ കാരണം? ഹോട്ടലിൽ കുറച്ച് നാശം വന്നപ്പോ ഞാൻ അന്യ സംസ്ഥാന തൊഴിലാളി കൊണ്ടിരുന്ന എംപിടി കഞ്ചാവും മേടിച്ച് വിറ്റു. മാഗിന്ന് കൊണ്ട് ബ്രാൻഡ് വിറ്റു. 2 പ്രാവശ്യം പിടിച്ചു. എന്നിട്ട് എന്റെ ഹോട്ടലിൽ കഴിച്ചു. ആരും കയറുന്നില്ല. പിന്നെ നാടകം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ മനസ്സിൽ വന്നൊരു ആശയമാണ്. അഭിനയം പഠിച്ചിട്ടില്ല, എല്ലാം ജീവിത അനുഭവങ്ങൾ മാത്രം. അഭിനയവേദിയും സൗണ്ടും ഒരുക്കിയ പരിചയം മാത്രം. അപ്പോൾ മനസ്സിൽ തോന്നിയ ഒരിനം അവതരിപ്പിച്ചു എന്ന് മാത്രം. മദ്യക്കുപ്പിയിൽ കട്ടൻ ചായ ഒഴിച്ച് അങ്ങ് തുടങ്ങി. എന്താ പരിപാടി? നാട്ടിൽ നല്ലൊരു വോട്ട് നടത്തി ഞാനായിരുന്നു. കൂട്ടുകാരെല്ലാവരും പറഞ്ഞിട്ടല്ലോ എന്റെ അടുത്ത് വന്നു. ഇപ്പൊ എന്നാ കൊണ്ടറിയാവോ? നാട്ടിൽ എല്ലാവർക്കും എംപിടിയും ചരസും കഞ്ചാവും അത് കൊണ്ടുകൊടുക്കാൻ എത്ര ആളുണ്ട് ഇവിടെ? ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. നമ്മുടെ സ്കൂളിന്റെ അടുത്തായാലും എത്ര കടയിൽ കൂടെ ഈ സാധനമുണ്ട്. ആരും കണ്ടിട്ടുണ്ടോ? കുട്ടികൾക്കിടയിൽ മദ്യത്തിന്റെ ദൂഷ്യവശങ്ങൾ അഭിനയിച്ചു കാണിക്കുകയായിരുന്നു, അതും സ്വന്തം ശൈലിയിൽ, യാതൊരു പരിശീലനവും ഇല്ലാതെ. ഇപ്പോൾ നിരവധി ഫോൺ കോളുകളാണ് രാജുവിനെ തേടിയെത്തുന്നത്. ലഹരിവിരുദ്ധ ക്യാമ്പിൽ കഥാപാത്രമാകാൻ ചാനലുകളും വേദികളും ഒരുക്കിയാണ് സംഘാടകർ വിളിക്കുന്നത്. തന്റെ ജീവിത കഥാപാത്രമായും ആരുമായും ചെയ്ത ഏക കഥാപാത്രത്തിന് ബന്ധമില്ലെന്നും രാജു പറയുന്നു. അപ്പൊ ചിലർക്ക് അത് എന്റെ കഥയാണെന്ന് തോന്നുന്ന അവസ്ഥയുണ്ട്. അപ്പൊ എല്ലാവർക്കും പറയാനുള്ളത് വെച്ചാൽ ഇതൊരു കഥയായിട്ട് മാത്രം കണ്ടുകൊണ്ട് ആ കഥയാണ് ഈ പിള്ളേരുടെ മുമ്പിലും സാറന്മാരുടെ മുമ്പിലും ഞാൻ അവതരിപ്പിച്ചത്. ഇതെല്ലാം ലോകം, ഇത് നാട്ടുകാരെ അറിയുന്നുണ്ടോ? ഒരു പ്രായത്തില് ചെറുപ്പത്തിൽ മദ്യമെല്ലാം കഴിക്കാം. കഴിച്ചാൽ എന്നാ പ്രശ്നം? ഞാൻ പറയാൻ പാടില്ല, അമ്പാനും പറയുന്നു. അവൻ പിന്നെ പെണ്ണിട്ടിട്ട് കാര്യമില്ല. അവന്റെ സർവ്വം ഞാൻ ഞാനേറ്റാലും അവിടെ തള്ളിക്കൊണ്ടു പിറ്റം നേരം പെടുത്തപ്പോ ഞാൻ ഒരു കട്ടൻ ചായക്ക് ചോദിച്ചു. എന്റെ ഓളെ ഞാൻ നോക്കിയപ്പോ ഓളെ ഞാൻ തള്ളിക്കൊണ്ടു. പിന്നെ ഞാനൊന്ന് ജീവിക്കണം. ഞാൻ ഈ ലോകത്തോടും ഇവിടെ പറയാം. ജീവിത പ്രാരബ്ധവുമായി 1984 ശ്രീകണ്ഠപുരത്തെത്തിയ രാജു ടിമ്പർ തൊഴിലാളിയായിരുന്നു. പിന്നീട് ടിമ്പർ യൂണിയൻ നേതാവായി. പിന്നീട് ശ്രീകണ്ഠപുരം ടൗണിലെ ഉശിലുള്ള ചുമട്ട് തൊഴിലാളിയായി ദീർഘകാലം ജോലി ചെയ്തു. പിന്നീട് ആരോഗ്യകരമായ കാരണങ്ങളാൽ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ചെറുകിട വ്യാപാരിയായി. ഇപ്പോൾ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന സൂര്യ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഡയറക്ടർ കൂടിയാണ് രാജു. ലൈറ്റ് ആൻഡ് സൗണ്ട് ശ്രീകണ്ഠപുരം മേഖല പ്രസിഡന്റ് കൂടിയാണ്. ലഹരി വിരുദ്ധ ക്യാമ്പിൽ മറ്റൊരു വിഷയവുമായി എത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ 63-കാരനായ രാജു. നാടകം ഇഷ്ടംമാതിരി സ്റ്റേജിന് മൈക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ലഹരി വിരുദ്ധ ക്യാമ്പിന് നാടകം അവതരിപ്പിച്ചത്. ഇനിയുണ്ട് പല സ്ഥലത്തും നാടകം പല ആൾക്കാർ ഇന്ന് ക്ഷണിച്ചിട്ടുണ്ട്. ആരായാലും കലയെ സ്നേഹിച്ചെടുക്കുക എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ഞാൻ ഇനിയും ഈ മുമ്പോട്ട് പോകും.